നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആവേശവും ആഘോഷവുമെല്ലാം വാനോളം ഉയർത്തി അതിഗംഭീരമായി തന്നെയാണ് കേരളം 2026 വരവേറ്റത്. വലിയ ആഘോഷ പരിപാടികളാണ് നാടെങ്ങും നിറഞ്ഞത്. ഓരോ ജില്ലകളിൽ നടന്ന ആഘോഷ പരിപാടികളുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫോർട്ട് കൊച്ചിയിൽ ഇത്തവണയും കളം നിറഞ്ഞതും ശ്രദ്ധേയമായി മാറിയതും പാപ്പാഞ്ഞിമാര് തന്നെയായിരുന്നു. പോയ വർഷത്തിന്റെ പ്രതീകമായ പാപ്പാഞ്ഞിമാർക്ക് വിട പാട്ടും നൃത്തവുമായി 2026 സുസ്വാഗതം ഏകിക്കൊണ്ടായിരുന്നു പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന കലാപരിപാടികൾ അവിടെ അരങ്ങേറിയത്. തിരുവനന്തപുരത്തും വലിയ ആഘോഷ പരിപാടികളൊക്കെ ആയിരുന്നു. ഇതുകൂടാതെ മറ്റ് ജില്ലകളിലൊക്കെ തന്നെ ഇല്ലാത്ത രാത്രി എന്ന് വേണം പറയാൻ. അത്രത്തോളം വലിയ ആഘോഷ പരിപാടികളിലേക്ക് മലയാളികൾ കടന്നു എന്നുള്ളതാണ്. എന്തായാലും ആ വലിയ ആഘോഷ പരിപാടിയുടെ കണക്കുകൾ പുറത്തു വരാനിരിക്കുന്നത് ഉള്ളൂ. കാരണം എല്ലാ ഓണത്തിനും ക്രിസ്മസും ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ഒരു കണക്കെടുപ്പ് നടത്തുമല്ലോ. കേരളം കുടിച്ചു തീർത്തതിന്റെ കണക്ക്, ആ കണക്കെടുപ്പ് എന്തായാലും വരുന്നതേ ഉള്ളൂ. അത് കാണുമ്പോൾ മലയാളികൾ എന്തായാലും ഒന്ന് ഞെട്ടും എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. എന്തായാലും എല്ലാവരും വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് 2026 വരവേറ്റിരിക്കുന്നത്. പോയ വർഷങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് പ്രതിസന്ധികളിൽ കൂടെയൊക്കെയാണ് നമ്മൾ കടന്നുപോയത്. അപ്പോൾ അത്തരം പ്രതിസന്ധികൾ ഒന്നും ഈ 2026 ഉണ്ടാകാതിരിക്കട്ടെ. എല്ലാവരും വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് പരസ്പരം ആഘോഷിക്കുകയും ആശംസിക്കുകയുമാണ്. എല്ലാവർക്കും നല്ല വർഷമായിരിക്കട്ടെ എന്നുള്ളത്. എന്തായാലും ആഘോഷ പരിപാടികൾക്ക് ഒട്ടും മാറ്റുകുറവില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വർഷത്തെയും പുതുവത്സര ആഘോഷത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ലോകം പുതുവത്സരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആവേശത്തിന് ഒട്ടും കുറവ് വരാതെയാണ് ഇത്തവണയും മലയാളികൾ പുതുവത്സരത്തെ വരവേറ്റത്. കൊച്ചിക്ക് സമാനമായി ഭീമൻ പാപ്പാഞ്ഞിയെ കത്തിച്ചായിരുന്നു തലസ്ഥാനവും പുതുവത്സരം ആഘോഷമാക്കിയത്. നവോന്മേഷത്തിൽ നാടെങ്ങും ആഘോഷ ലഹരിയിലാണ്. എല്ലാവർക്കും ആശംസകൾ നേർന്ന് ഇപ്പോൾ മുഖ്യമന്ത്രി രംഗത്ത് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. പ്രതീക്ഷയുടെ തിളക്കമുള്ള സ്വപ്നങ്ങൾ വഹിച്ചുകൊണ്ട് പുതുവർഷം എത്തിച്ചേർന്നിരിക്കുന്നു. കൂടുതൽ മെച്ചപ്പെട്ടതും ദീപ്തവുമായ ഒരു കാലം എത്തിച്ചേരുന്ന പ്രത്യാശയുടെ കിരണങ്ങളാണ് പുതുവത്സരാഘോഷങ്ങൾക്ക് നിറവേകുന്നത്. പരസ്പര സ്നേഹത്തിന്റെയും മൈത്രിയുടെയും ഉദാത്ത മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് കരുതലോടെ നമുക്കും ഈ ആഘോഷങ്ങളിൽ പങ്കുചേരാം. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ ആശംസകൾ. നമുക്കറിയാം, നമ്മൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതൊക്കെയാണ് പലയിടത്തായി നടന്നിട്ടുള്ള അക്രമ സംഭവങ്ങളും കൊലപാതക പരമ്പരകളും ഒക്കെ നമ്മുടെ മനസ്സിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത് ലഹരി ഉപയോഗം തന്നെയായിരുന്നു. ലഹരി ഉപയോഗത്തിൽ ഒരു തലമുറ മുഴുവൻ അതിൻ്റെ ആസക്തിയിലേക്ക് വീണു പോകുന്നതും അതിൽ നിന്നുണ്ടാകുന്ന അക്രമങ്ങളുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. എന്തായാലും അതിനൊക്കെ ഒരു അറുതി വരട്ടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. എല്ലായ്പ്പോഴും നമ്മൾ ഇപ്പോൾ ഈ ഒരു അടുത്ത കാലം തൊട്ടായി നമ്മൾ സംസാരിക്കുന്നത് ചെറുപ്പക്കാരിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് തന്നെയാണ്. കാരണം ഈ പുതുവത്സര ആഘോഷങ്ങൾ നടക്കുന്നതിനിടയിൽ പോലും പലയിടത്തായി ചില പൊട്ടലും ചീറ്റലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ലഹരി ഉപയോഗത്തിൻ്റെതായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ അവിടെയും നിഴലിച്ചു നിന്നിരുന്നു. എന്നാൽ അത്തരം പ്രതിസന്ധികൾ പാടെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകട്ടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. അതിനുവേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ദൃഢപ്രതിജ്ഞ എടുക്കാം. ഈ ലഹരിക്കെതിരെ ഒരു വലിയ യുദ്ധം തന്നെ ആവശ്യമാണ്. അതിൽ നമ്മളെല്ലാവരും പങ്കാളികളാകണം. നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പല കുട്ടികളും ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകാം. പക്ഷേ പലപ്പോഴും നമ്മൾ എന്തിനതിൽ ഇടപെടുന്നു, നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മളത് കണ്ടില്ല എന്ന് നടിക്കുകയാണ്. കണ്ടില്ല എന്ന് നടിക്കുന്നത് ഇത്തരത്തിൽ ഈ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർ നമ്മളിത് പുറത്തു പറഞ്ഞാൽ അവർ നമ്മളെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുമോ, അല്ലെങ്കിൽ ഈ ലഹരി റാക്കറ്റുകൾ നമ്മളെ ഉപദ്രവിക്കുമോ എന്നുള്ള ഭയം കൊണ്ട് തന്നെയാകാം പലരും പ്രതികരിക്കാതിരിക്കുന്നത്. പക്ഷേ നമ്മളാൽ കഴിയുന്ന രീതിയിൽ പ്രതികരിക്കുക. കാരണം ഇന്ന് നമ്മൾ തൊട്ട അയൽവക്കത്ത് കണ്ട ആ ഒരു പ്രതിസന്ധി നാളെ നമ്മുടെ വീട്ടിലും ഉണ്ടാകാം. ആ ഒരു ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളതാണ്. പോലീസ് മാത്രമല്ല ഈ ഒരു ഉദ്യമം ഏറ്റെടുക്കേണ്ടത്. പോലീസിനെ കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഭരണകൂടത്തെ കൊണ്ട് മാത്രം ഇത് ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്നതല്ല. നമ്മൾ ഓരോരുത്തരും ലഹരിക്കെതിരെ ഒരു പോരാളിയായി മാറണം എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഈ അവസരത്തിൽ പകരാൻ
പറയാനുള്ളത്. കാരണം ലഹരി ഒരു സമൂഹത്തെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തെ അത് വലിയ രീതിയിൽ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പരിണിത ഫലങ്ങളാണ് പലതും നമ്മൾ അക്രമ സംഭവങ്ങളിലൂടെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു അറുതി വരേണ്ടത് ഏറ്റവും അത്യാവശ്യം തന്നെയാണ്. അതുകൊണ്ട് ഇതൊരു ഉദ്യമമായി തന്നെ എല്ലാവരും ഏറ്റെടുക്കുക എന്ന് പറയുകയാണ്. പുതുവത്സരാശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു രംഗത്ത് വന്നിട്ടുണ്ട്. 2026 നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും സമൃദ്ധിയും കൊണ്ടുവരട്ടെ എന്നും ശക്തവും സമ്പന്നവുമായ ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന് പുതിയ ഊർജം പകരട്ടെ എന്നും രാഷ്ട്രപതി ആശംസിച്ചിട്ടുണ്ട്. പുതുവത്സരം നവോന്മേഷത്തിന്റെയും നല്ല മാറ്റത്തിന്റെയും പ്രതീകമാണ്. ആത്മപരിശോധനയ്ക്കും പുതിയ പ്രതിജ്ഞകൾക്കും ഉള്ള അവസരവുമാണ്. രാജ്യത്തിന്റെ വികസനം, പരിസ്ഥിതി സംരക്ഷണം, ഐക്യം എന്നിവയോടുള്ള പ്രതിബദ്ധത ശക്തിപ്പെടുത്താമെന്നും ദ്രൗപദി മുർമു ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. എന്തായാലും എല്ലാവരും ആശംസകൾ നേർന്ന് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. എല്ലാവരും പ്രത്യാശിക്കുന്നത് ഈ വർഷം ഏറ്റവും മികച്ച ഒരു വർഷമായിരിക്കട്ടെ എന്ന് തന്നെയാണ്. മറ്റൊരു കാര്യവും കൂടി പറയാനുള്ളത്, റെസല്യൂഷൻകാരൊക്കെ ഉണ്ടാകും. അതായത് 2026 ഞാനങ്ങ് നന്നായി കളയാം എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ടാകും. ഓരോ റെസല്യൂഷൻ എടുക്കുകയും ഒക്കെ ചെയ്യും. ഇത്തവണ ഞാൻ ജിമ്മിൽ പോകും, ശരീരം ശ്രദ്ധിക്കും, അല്ലെങ്കിൽ ഞാൻ മികച്ച രീതിയിൽ പഠിക്കും, അങ്ങനെ ഒരുപാട് റെസല്യൂഷൻ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ കാണാറുള്ളത് ഈ റെസല്യൂഷൻ എടുക്കുക എന്നുള്ളത് മാത്രമാണ്. അത് പ്രാവർത്തികമാക്കുന്നത് വളരെ കുറവാണ്. എടുക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്നൊരു രീതിയാണ്. എന്തായാലും അതൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാവരും നിങ്ങൾ റെസല്യൂഷനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഏറ്റവും ഭംഗിയായി തന്നെ നിർവഹിക്കുക. പുതുവർഷം പോസിറ്റീവായി ആരംഭിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ്. എന്നാൽ പല സാഹചര്യങ്ങൾ കാരണമാണ് വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രതിസന്ധികൾ വന്നു ഭവിക്കുന്നതൊക്കെ കൊണ്ട് ഇത്തരത്തിലുള്ള റെസല്യൂഷനൊക്കെ പാളിപ്പോകാറുണ്ട്. പക്ഷേ അങ്ങനെ പാളിപ്പോയാലും നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിയരുത്. അതിശക്തമായി തന്നെ അതിൽ നില ഉറപ്പിച്ച് നിൽക്കുക. തളരരുത് രാമൻകുട്ടി. അതാണ് എല്ലാവരോടും പറയാനുള്ളത്. പ്രതിസന്ധികളെ നേരിടാനുള്ള ഒരു ശക്തി ആർജിച്ചെടുക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാനസികാവസ്ഥയെ സംരക്ഷിക്കാനും പുതുവർഷം മികച്ച രീതിയിൽ തുടങ്ങാനും എല്ലാവരും ശ്രമിക്കുക. നമ്മൾ നെഗറ്റീവായി ചിന്തിക്കുന്നതൊക്കെ മാറ്റിവെക്കുക. എല്ലാം പോസിറ്റീവായി ചിന്തിക്കുക. വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്ന് പറയുന്നത് ഉള്ളത് തന്നെയാണ്. നമ്മൾക്ക് നേരിടാനുള്ളതൊക്കെ നേരിട്ടേ മതിയാകൂ. പക്ഷേ അതിനെയൊക്കെ ഫേസ് ചെയ്യാനുള്ള ഒരു ആർജവം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് എന്തും നേരിടാനുള്ള ഒരു കഴിവ് മനുഷ്യനുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ മനുഷ്യനായി മാറിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ അതിനുള്ള സൊല്യൂഷനും നമ്മളുടെ ഭാഗത്ത് തന്നെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളതൊന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. അതുപോലെ തന്നെ എല്ലാം അടുത്ത് ജീവിതം അവസാനിപ്പിച്ച് കളയാമെന്ന് ചിന്തിക്കുന്ന ചില മനുഷ്യന്മാരൊക്കെ ഉണ്ട്. ഒന്നും എവിടെയും അവസാനിച്ചിട്ടില്ല. എല്ലാത്തിനും ഒരു തുടക്കമുണ്ട്. ഒരു വാതിൽ അടയുമ്പോൾ എല്ലാ വാതിലും അടഞ്ഞു എന്നല്ല അർത്ഥം. ഒരു വാതിൽ അടയുമ്പോൾ മറ്റു 10 വാതിലുകൾ നമുക്കായി തുറന്നിരിക്കും. അത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും എല്ലാവരും ഏറ്റവും സന്തോഷത്തോടെ നല്ല ആരോഗ്യത്തോടെ ഒരു പുതുവർഷത്തെ വരവേൽക്കുക. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ നടത്തുക. ബാക്കിയൊക്കെ ശരിയായിക്കോളും. എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എല്ലാവർക്കും മലയാളി വാർത്തയുടെ പുതുവത്സരാശംസകൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.